100-day challenge for FN and SMC trading, day 22. സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊരു ട്രേഡ് എക്സ്പ്ലനേഷൻ ആണ്. സോ നമുക്ക് ചാർട്ടിലേക്ക് ഒന്ന് പോവാം. ചാർട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഒരു ഹയർ ടൈം ഫ്രെയിം ട്രെൻഡിലാണ് കറൻ്റ്ലി ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും മാർക്കറ്റ് കറൻ്റ്ലി ഒരു ഹയർ ടൈം ഫ്രെയിം ട്രെൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിൽ തന്നെ നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് താഴോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ തന്നെ നമ്മളെ വ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്നത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള എൻട്രി തന്നെയാണ്. സോ അതിന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലെ ചാർട്ടിലേക്ക് മാർക്കറ്റിന് ഇട്ടതിൻ്റെ ശേഷം പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറോ കാര്യങ്ങളോ തരുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഒരു ബുള്ളിഷ് ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറോ കാര്യങ്ങളോ തരുന്നുണ്ടോ എന്നുള്ളതാണ്. സോ ഇവിടെ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതായത് ലോവർ ടൈം ഫ്രെയിമിലുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടണ്ടായി. ഓക്കെ, ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം എവിടെയാണ് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലായിരിക്കും, അതായത് ഈ ഒരു വിക്കിലായിരിക്കും മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യേണ്ടി വരിക. എന്നാൽ തന്നെ എനിക്കത് പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ചേഞ്ച് ഓഫ് ക്യാരക്ടർ ജസ്റ്റ് വിക്ക് വെച്ചിട്ട് മാത്രമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനും കൂടി വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും വന്നതിൻ്റെ ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി എന്നുള്ള രീതിയിൽ ഈ ഒരു എക്സ്ട്രീം സോണിൽ നിന്ന് ഇനിയിപ്പോൾ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യാനുള്ള ഈ ഒരു എക്സ്ട്രീം സോണിൽ നിന്ന് ഞാൻ എടുക്കുകയാണ്. അതിലും എനിക്ക് കൺഫേം ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈതർ എന്ത് ചെയ്യാം സാധ്യതയുണ്ട്, മാർക്കറ്റ് ഒന്നെങ്കിൽ ഇവിടെ ഇൻഡ്യൂസ്മെന്റ് ടേക്ക് ഔട്ട് ചെയ്തതുകൊണ്ട് തന്നെ താഴത്തുള്ള സോൺ ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ അത് മുന്നേ കണ്ടത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സലാണ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ക്യാൻഡലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഫസ്റ്റ് ക്യാൻഡിൽ പ്രോപ്പറായിട്ട് ഇവിടുന്ന് റിവേഴ്സലാണ് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം അതായത് ഒരു ബുള്ളിഷ് കൺഫർമേഷൻ എനിക്ക് കിട്ടിയതിന് ശേഷമാണ് ഞാൻ സെക്കൻഡ് ക്യാൻഡലിലായിരുന്നു ഈ ഒരു ട്രേഡ് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് SL എന്ന് പറയുന്നത് ഈ ഒരു സോണിന്റെ ബിലോ വരെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. സോ അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റിയും കൂടി ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇത് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു എൻട്രി ആയിരുന്നു. തീർച്ചയായിട്ടും ഇത് നമുക്ക് റിസ്ക് എൻട്രി തന്നെയാണ്. പക്ഷേ റിസ്ക് എൻട്രി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മൾട്ടിപ്പിൾ കൺഫർമേഷൻ, ലോവർ ടൈം ഫ്രെയിമിലാണെങ്കിൽ മൾട്ടിപ്പിൾ കൺഫർമേഷൻ എടുത്തതിന്റെ ശേഷം നമുക്ക് എൻട്രി ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഈ എൻട്രി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള മറ്റൊരു കാരണം, ഞാൻ ഈ ഒരു എൻട്രി സ്റ്റോർ ഇട്ട സമയത്ത് കൂടുതൽ ആൾക്കാരും ഇതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർക്കും കൂടിയും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ദാറ്റ്സ് 1 minute. See you tomorrow.